ഇരിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കസേരകൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ദയവായിട്ട് മുൻപോട്ട് കയറി കസേരകൾ ഫില്ല് ചെയ്തിരിക്കണം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സാവധാനമായിട്ടിരിക്കാം. കസേരകൾ ഇടയ്ക്ക്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ നിങ്ങളോടുകൂടെ ആയിരിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് ഒന്നിച്ച് ചിന്തിക്കുവാനും ദൈവം നൽകിത്തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപ ഒന്ന് മാത്രമാണ്. എവിടെയെങ്കിലും എനിക്ക് പ്രസംഗിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചത് എനിക്ക് കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. ശാരീരികമായ പല ബലഹീനതകളുണ്ട്. എന്നാൽ ദൈവശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്
പ്രത്യേകിച്ച് ഈ നാളുകളിൽ അനുഭവിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കടന്നു വന്നു എങ്കിൽ നിശ്ചയമായും ദൈവം നമ്മോട് സംസാരിക്കും. പല ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് വണ്ടി പോകും എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ സംഘാടകരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് പാടി സഹായിച്ച പ്രിയപ്പെട്ടവര് 7:45, 7:30 അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ പാട്ടുകൾ പാടുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാം. അതിലെനിക്ക് വിരോധമില്ല. പക്ഷെ ഇടയ്ക്ക് ഇറങ്ങി ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് സാറല്ലേ നന്ദി പറഞ്ഞത്? ഐസക് സാർ, ഐ എം സോറി. അദ്ദേഹം നന്ദി പറഞ്ഞാൽ എനിക്ക് മറക്കാനൊക്കത്തില്ല. വണ്ടിയൊക്കെ വിട്ട് എന്നും ഞാൻ അതേലാ ഓടി പോവുകയും വരികയും ഒക്കെ ചെയ്തത്. പേരൊക്കെ ചിലപ്പോൾ മറക്കും. അദ്ദേഹം നന്ദി പറഞ്ഞ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾ പാടി സഹായിക്കുകയും ദൈവവചനം വായിച്ച് സഹായിക്കുകയും ഇവിടെ വീഡിയോ എടുക്കുന്ന സഹോദരനൊരു പ്രത്യേക നന്ദിയുണ്ട്. എനിക്ക് വീഡിയോയിൽ താല്പര്യമുള്ള ആളല്ല, പക്ഷെ അദ്ദേഹം അതിൻ്റെ താല്പര്യം പ്രദർശിപ്പിച്ചപ്പോൾ എനിക്കതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട്. ഒരൊറ്റ ഇടത്ത് ഈ ലൈറ്റ് ഞാൻ അനുവദിച്ചിട്ടില്ല. എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ്, വീഡിയോ പലയിടത്തും ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ലൈറ്റ് സഹോദരന് വേണ്ടി മാത്രം ആ പ്രത്യേക താല്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അനുവദിച്ചതാണ്. നിശ്ചയമായിട്ടും ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൻ്റെ ഭാരവാഹികള്, ക്യാമ്പസ് ക്രുസൈഡിൻ്റെ പ്രവർത്തകര്, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, പാസ്റ്റർമാര്, സുവിശേഷ വേലക്കാര് ധാരാളം കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി കടന്നു വന്ന എല്ലാവർക്കും, ഈ മീറ്റിങ്ങിൽ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓഴത്തിലെ വീട് എൻ്റെ വീടാണ്. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ രാത്രി ദൈവജനങ്ങൾ പ്രത്യേക പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. കാരണം കർത്താവിൻ്റെ രണ്ടാം വരവ് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ്. രക്ഷിക്കപ്പെടാത്തവന് ഭയമുണ്ടാക്കുന്ന വിഷയമാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന വിഷയമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരിക്കൽ കൂടെ ഈ രാത്രി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും അനുഗ്രഹം പ്രാപിക്കാതെ ഇവിടെ നിന്ന് പുറത്തു പോകരുതേ. അന്ധകാരത്തിലിരിക്കുന്ന ജനങ്ങൾ പ്രകാശം കാണുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെടാത്ത ജനങ്ങളോട് എൻ്റെ കർത്താവ് സംസാരിക്കണമേ. കല്ലായുള്ള ഹൃദയങ്ങളെ ഉടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ശുഷ്കാന്തിയോടെ കാത്തിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഓരോ വ്യക്തിയോടും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ തൊട്ട് സൗഖ്യത്തെ നൽകണമേ. പ്രശ്നമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. സമാധാനമില്ലാതെ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് തരുവാനും എടുക്കുവാനും കഴിയാത്ത ദൈവ സമാധാനത്തോടുകൂടി അയക്കണമേ. അടിയനെ കുരിശിന്റെ മറവിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ആരും കാണരുതേ, എന്റെ ശബ്ദം ആരും കേൾക്കരുതേ. ദൈവശബ്ദം കേൾക്കുവാൻ, ഹല്ലേലൂയ, ദൈവമഹത്വം കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചികന്റെ സകല ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ബന്ധിക്കുകയാണ്. കർത്താവേ, അടിയന് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിപ്പാൻ, ദൈവഹിതമല്ലാത്തൊരു വാക്ക് പോലും അടിയന്റെ വായിൽ വരരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെന്റെ ദൈവം ആഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. വാസ്തവമായി ജീവനുള്ള ദൈവം ഇവിടെ ഉണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഉണരുവാൻ തക്കവണ്ണം ദൈവമേ, നിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എന്റെ കർത്താവിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ രാത്രി
കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെടാത്തവർ എന്ത് ചെയ്യണമെന്ന്, എന്റെ കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നും ആ സമയത്ത് അന്തിക്രിസ്തുവിടെ വെളിപ്പെടുമെന്നും രക്ഷിക്കപ്പെടാത്ത മനുഷ്യന് പിന്നെ രക്ഷയ്ക്കൊരു അവസരം ഉണ്ടാകുകയില്ല എന്നും വളരെ വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് അവർ സത്യത്തെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. അനീതിയിൽ രസിക്കുന്ന എവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്ന് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഇന്നലെ രാത്രി വായിച്ചു. രക്ഷിക്കപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങളാണ് ആജ്ഞാപിക്കുന്നത്. 1, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. വേദനയുള്ള ലോകത്തിൽ, ദുഃഖമുള്ള ലോകത്തിൽ, പ്രയാസങ്ങളും ഭാരങ്ങളും വേർപാടുമുള്ള ലോകത്തിൽ എന്റെ സഹോദരി സഹോദരന്മാരെ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു കടമ എല്ലാ ദൈവമക്കൾക്കും ഉണ്ടെന്ന് ഓർത്തിരിക്കണം. ദുഃഖിതരായവരെ, രോഗത്തിലിരിക്കുന്നവരെ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര്, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവര് അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനം ദൈവസഭയ്ക്കുണ്ട്, ക്രിസ്തു സഭയ്ക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുക. എന്നോടൊരു പാസ്റ്റർ, ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അദ്ദേഹവും ഭാര്യയും ചോദിച്ചു, നിന്റെ ഭാര്യ മരിച്ചിട്ട്, ബഹുമാനപ്പെട്ട അച്ഛനാണ് അവിടെ, അച്ഛനാ എൻ്റെ ഭാര്യ അടക്കിയത്, ഇവിടെ ഇരിപ്പുണ്ട്, നിന്റെ ഭാര്യ മരിച്ചിട്ട് നിന്റെ സഭയിലെ എത്ര പേര് നിന്റെ വീട്ടിൽ വന്നു ശവടക്കത്തിന് ശേഷം? ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞു പോലും വന്നില്ല, ആരും വന്നില്ല. എനിക്കതിൽ ഖേദമില്ല. എന്തെന്നാൽ ഏകനായിരിക്കുന്ന സമയത്ത് എന്നെ കൈവിടാത്തവനായി എന്റെ കർത്താവ് എന്നോടുകൂടെ ഉണ്ട്. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, നീ മനസ്സിലാക്കണം, ഒറ്റയ്ക്ക് ഏകനായി കണ്ണുനീരിൽ കഴിയുന്ന അനേകങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവരുണ്ട്. അവരെ ആശ്വസിപ്പിക്കുവാൻ മുന്നോട്ട് ചെല്ലേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇത് അന്ത്യകാലമാണ്. പല ദുരുപദേശങ്ങള് ധാരാളമായി പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ. ഫോട്ടോ എടുക്കുന്ന എൻ്റെ സഹോദരന് നന്ദി പറയാൻ വിട്ടുപോയി. വളരെ വളരെ നന്ദി. ഞങ്ങൾ തമ്മിൽ പഴയ സ്നേഹിതന്മാരാണ്. വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ശരിയായിട്ടങ്ങ് എടുത്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇത് അന്ത്യകാലമാണ്. ദുരുപദേശങ്ങൾ ധാരാളം പരന്നുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റിനാണ് ഉപദേശം, മിനിറ്റിനാണ് പ്രവചനം. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് തന്റെ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ തക്കവണ്ണം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി തന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്, രക്ഷിക്കപ്പെട്ടവർ. വായിച്ചാട്ടെ, വെളിപാട് പുസ്തകം 22:11. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. രക്ഷിക്കപ്പെടാത്തവനെ അടച്ചു മാറ്റിയിരിക്കുകയാണ്. ഇത്രയും വചനം കേട്ടിട്ടും യേശുവിന് ഹൃദയം കൊടുക്കാതെ, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നവന് ഭോഷ്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയച്ചിരിക്കുകയാണ്. മോനെ, നിന്റെ തലച്ചോറ് ദൈവം കലക്കിക്കളയുമെന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. അവസാനമായ മുന്നറിയിപ്പ് ദൈവം നൽകുകയാണ്. അതുകൊണ്ട് വിശുദ്ധനിനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധി എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷ.
പ്രവൃത്തികളാലല്ല, മനുഷ്യ നിന്റെ ഒരൊറ്റ പ്രവൃത്തിയാലും രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ആധികാരികമായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. പ്രവൃത്തിയാൽ രക്ഷ സാധ്യമല്ല എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകം രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയോടും പറയുന്നു, നിങ്ങളുടെ അപ്പച്ചന്റെ മാന്യതയ്ക്കൊത്തവണ്ണം നിങ്ങൾ ജീവിക്കണം. നിങ്ങളെ ക്രിസ്തുയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നത് സൽപ്രവൃത്തികൾക്കാണെന്ന് എഫേസ്യ ലേഖനം 2:10 പറയുന്നു. തീത്തോസിന്റെ പുസ്തകം 2:7 പറയുന്നു, ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് മാതൃകയായി പാറ്റേൺ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സൽപ്രവൃത്തികൾക്ക് നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക. ബി എ പാറ്റേൺ ഫോർ ഗുഡ് വർക്ക്സ്. നിന്നെ കാണുമ്പോൾ വാസ്തവത്തിൽ ആ മനുഷ്യൻ ദൈവമുള്ള ഒരു മനുഷ്യനാണ്, അവൻ യേശുവിനെ പിൻപറ്റുന്നവനാണ്, അവൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്, വിശുദ്ധമതിയായ ഒരു സഹോദരിയാണെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണം. മത്തായിയുടെ സുവിശേഷം 5:16 ഇന്നലെ വായിച്ചു. വീണ്ടും അതെല്ലാം ഞാൻ പറയുകയല്ലെങ്കിലും പുതുതായിട്ട് വന്നവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയും പ്രസംഗത്തിന്റെ കണ്ടിന്യൂവേഷന് വേണ്ടിയും മാത്രം പറയുകയാണ്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ക്രിസ്ത്യാനികളെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെ, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരെ, വെളിച്ചം പരത്തുന്ന ക്രിസ്ത്യാനികളായി ജീവിക്കുക. നിന്റെ ഭവനത്തിൽ, നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, നീ മറ്റാളുകളുമായിട്ട് ഇടപെടുമ്പോൾ യേശുവാകുന്ന വെളിച്ചം നിന്നിൽ കൂടി കാണുവാനിടയാകണം. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള മാതാപിതാക്കൾ ദയവായി അവരെ അടുക്കൽ പിടിച്ച് വെച്ചുകൊള്ളണമെന്ന് വളരെ സ്നേഹമായും വിനീതമായും ഞാൻ അപേക്ഷിക്കുന്നു. ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഞാനും എഴുന്നേറ്റ് നടക്കും. അതിനിടയാക്കരുത്. ദയവായി കുഞ്ഞുങ്ങളെ തീരെ നിയന്ത്രിക്കാൻ വയ്യാതെ വരുന്നുവെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിപ്പോയാലും എനിക്ക് ഒരു വിരോധവുമില്ല. അവിടെ നിന്നാലും പ്രസംഗം കേൾക്കാം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്. ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, വേർപാടെന്ന് പറയുന്നത് ഭാര്യയെ വിട്ട് ചോടാനോ, ഭർത്താവിനെ വിട്ട് ചോടാനോ, സഭ വിട്ട് ചോടാനോ, എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി ഇരിക്കുവാനോ അല്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ, ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ പാലിക്കുക എന്നുള്ളതാണ്. വേർപാട് നിന്റെ ജീവിതത്തിൽ കാണണം മോനെ. വേർപെട്ട് എവിടെങ്കിലും പോയി ഇരുന്നിട്ട് നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ വേർപാടില്ലെങ്കിൽ, നീ തോന്നിയവാസ ജീവിതക്കാരനാണെങ്കിൽ ആ വേർപാട് അർത്ഥമില്ലാത്ത വേർപാടാണ്. വേർപാടെന്ന് പറയുന്നത് യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്നും നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് അവകാശമില്ലെന്നും നിങ്ങളുടെ ശരീരം ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്നും പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം വസിക്കുന്ന നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവെന്ന് ഇന്നലെ രാത്രി നാം കേട്ടല്ലോ. മഹാപുരോഹിതന്റെ നെറ്റിപ്പട്ടത്തിന്മേൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, യഹോവയ്ക്ക് വിശുദ്ധമെന്ന്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനെന്നാണ് മഹാപുരോഹിതന്റെ നെറ്റിമേൽ എഴുതി കെട്ടിയിട്ടുണ്ട് കേട്ടോ. പുറപ്പാട് 28 വീട്ടിൽ പോയി വായിച്ചു. ഇപ്പൊ സമയമില്ല. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ രക്തത്താൽ നിന്റെ നെറ്റിമേൽ മുദ്രയിട്ടിരിക്കുക കേട്ടോ. അവിടെ എഴുതി വെച്ചിരിക്കുക യേശുവിന്റെ മകളാണെന്ന്. അവിടെ വേറൊന്നും നീ വെക്കല്ല് കേട്ടോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിന്റെ രക്തം കൊണ്ട് ഇവൻ എന്റെ വകയെന്ന്, ഹല്ലേലൂയ, എന്റെ നാമം വിളിച്ചിരിക്കുന്ന എന്റെ ജനം, ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിന്റെ സ്വന്തമാണ്. അതുകൊണ്ട് വേർപാടെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, 2 അവിശ്വാസികളിൽ നിന്ന് വേർപെട്ടവൻ, 3 പാപമാലിന്യങ്ങളിൽ നിന്ന് വേർപെട്ടവൻ. ദൈവനാമത്തിന് മഹത്വം. 4-ാമത്തെ കുറിപ്പ് വേഗം പറഞ്ഞുകൊള്ളാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം. ദൈവമക്കൾ, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വളരെ ക്ഷീണമുണ്ട്. ഇന്ന് ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്. ദൈവമേ, ശക്തിപ്പെടുത്തുന്നവനെ, നന്ദിയോടെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ മോനെ.
ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം കർത്താവിന്റെ രണ്ടാം വരവാണ് വിഷയം. 51 മുതൽ നിങ്ങൾ വായിച്ചു കൊള്ളണം. അതിന്റെ അന്ത്യത്തിൽ പറയുകയാണ് ആകയാൽ തുടർച്ച. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. ഇന്ന് ഉറപ്പും ഒറ്റ ഒരുത്തനും ഉറപ്പില്ല. ഏതാ ശരിയെന്നറിയാൻ വയ്യ, ഏതാ തെറ്റാന്നറിഞ്ഞുകൂടാ. ഏതെങ്കിലും പുതിയ ഉപദേശമായിട്ട് ഒരുത്തൻ വരുമ്പോ അതായിരിക്കും ശരി, വേറൊരുത്തൻ ഇപ്പുറത്ത് പറയുമ്പോ അതായിരിക്കും ശരി. വേദപുസ്തകം പഠിച്ച് ദൈവവചനത്തിൽ ഉറയ്ക്കണമെന്ന് സ്നേഹത്തോടെ വിനീതമായി ദൈവജനങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. സഹോദരാ, നിനക്ക് ഉറയ്ക്കുവാൻ വേറെ ഒരു സ്ഥാനവുമില്ലേ? ദൈവവചനത്തിൽ നീ ഉറച്ചുകൊണ്ട്. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവ് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. ഫോട്ടോ എന്നുമില്ല, വാൾ പോസ്റ്റ് ഇല്ല, പത്രത്തിൽ പരസ്യമില്ല, ആരും അറിയാതെ കർത്താവിന്റെ വേല ചെയ്യുന്ന പാവപ്പെട്ട സഹോദരി, സഭയിൽ നിനക്ക് അംഗീകാരമില്ല, നിന്നെ ആരും അറിയുന്നില്ലേ? പാവപ്പെട്ട സഹോദരനെ ആരും അറിയാതെ വഴിത്തലക്കല്, ആരും അറിയാതെ ഭവനങ്ങളില് കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് നടന്ന്, നിനക്ക് കാറില്ല, നിനക്ക് പൈസ തരാൻ ആരുമില്ല, എല്ലാം കിട്ടുന്നതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ദയുടെയും അപമാനത്തിന്റെയും നടുവിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന സഹോദര സഹോദരി, എന്റെ യേശു നിന്നെ മാനിക്കുന്ന ദിവസം വരികയാണ്. ഹല്ലേലൂയ. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ലെന്ന് അറിയുന്നത് കൊണ്ട് എന്റെ യേശുവിന് വേണ്ടി പറയുന്ന ഒരു വാക്കും വ്യർത്ഥമാകുകയില്ല. എന്റെ യേശുവിന് വേണ്ടി നീ ചെലവഴിക്കുന്ന 1 മിനിറ്റ് വ്യർത്ഥമാകുകയില്ല. എന്റെ യേശുവിന് വേണ്ടി ചെലവാക്കുന്ന 1 രൂപ വ്യർത്ഥമാകുകയില്ല. എന്തെന്നാൽ അതിന് പ്രതിഫലം തരുവാൻ, നിന്നെ മാനിക്കുവാൻ ഹല്ലേലൂയ എന്റെ യേശു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വാരുമോനെ, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ലെന്ന് അറിയുന്നതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. കർത്താവിന്റെ വേല ചെയ്യാത്തവൻ എങ്ങനെ വേല വർദ്ധിക്കുന്നു? അത് ഉപദേശിച്ച് ഞങ്ങളുടെ തിരുമേനി നല്ല കർത്താവിന്റെ വേല ചെയ്യുന്ന ആളാ. ഞങ്ങളുടെ അച്ഛന്മാരെല്ലാം ഇടുക്കിയിലെ അച്ഛന്മാരൊക്കെ നല്ല അച്ഛന്മാരാണ്. പിന്നെ ഞങ്ങൾക്ക് ഉപദേശിമാരുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ക്യാമ്പസ് ക്രൂസൈഡുകാരുണ്ട്, പിന്നെ ഇവിടെ പാസ്റ്റർമാരൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അവരൊക്കെ ചെയ്തോളും, ഞങ്ങൾ ഇച്ചിരി പൈസ കൊടുക്കും, ഞങ്ങൾ സൂപ്പർവൈസേഴ്സാ. നാണം കേട്ടോ ക്രിസ്ത്യാനി. എവറി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി. നിന്നെ കർത്താവിന്റെ വേലയ്ക്കായി ദൈവം വിളിച്ചിരിക്കുക, അറിയാവോ? ഈ രാത്രി 1 പത്രോസ് 2:9 വാക്യത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ ദൈവ പൈതലേ, നീ ഏത് സഭക്കാരനുമായിക്കൊള്ളട്ടെ, നീ ആരുമായിക്കൊള്ളട്ടെ, യേശുവിന്റെ വേല ചെയ്യുവാൻ, കർത്താവിനെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിക്കുവാൻ എന്റെ കർത്താവ് വിളിച്ചിരിക്കുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോകണം കേട്ടോ. കർത്താവേ, ഈ കേട്ട കാര്യങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധനായി വിശുദ്ധമതിയായി കാക്കുമേ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് എന്റെ പണം, എന്റെ സമയം, എന്റെ താലന്തുകള്, എന്റെ കഴിവുകള് എന്റെ യേശുവിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ട് മോനെ, എന്റെ കർത്താവ് വരാൻ പോകുകയാണ്. വെറും കൈയായിട്ടാണോ അവന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത്? എന്റെ യേശു നിന്നോട് ചോദിക്കാൻ പോകുന്നത്, മോനെ മോളെ, നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തല്ലോ, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആ ചോദ്യം എന്റെ കർത്താവ് ചോദിക്കുമ്പോൾ, കർത്താവേ, നീ നാളെ വരുന്നുവെങ്കിൽ 1 ദിവസം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്, എനിക്ക് കഴിവുകളില്ല, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമേ ഉള്ളു. കർത്താവേ, ഇതാ നിന്റെ കയ്യിൽ തരുന്നു. വിക്കനായ മോശയുടെ കയ്യിൽ ഒന്നുമില്ല. മോശേ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു വടിയാണ്, താഴോട്ടിട്, അത് സർപ്പമായി തീർന്നു. ദൈവകരങ്ങളിൽ നിനക്കുള്ളത് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, അത് അനുഗ്രഹിച്ച് അത്ഭുതകരമായി പ്രവർത്തിപ്പിക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. എനിക്കൊന്നിനും കഴിവില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും എന്റെ യേശുവിന്റെ വേല ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. ഒരുത്തർക്ക് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. നീ ആരുമായിക്കൊള്ളട്ടെ, ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകവേ. കർത്താവിന്റെ വേല ചെയ്യുന്നവരെ, കഴിഞ്ഞ വർഷം ചെയ്തതിൽ ഈ ഒരു വർഷം ഞാൻ കൂടുതൽ കർത്താവിനെ സേവിക്കും. എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല,
ഒരു നിവൃത്തിയുമില്ലേ, എനിക്കിവിടെ ഇരിക്കാൻ പോലും ആരോഗ്യമുള്ള ഒരു മനുഷ്യനല്ല. എന്നാൽ എൻ്റെ ദൈവമേ, എനിക്കുള്ളത് നിന്റെ കരത്തിൽ തരുന്നു. ആരോഗ്യം നീയാണ് തന്നത്, ആയുസ് നീയാണ് തന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ആയുസ്, എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ആരോഗ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ദിവസമെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുന്നത് എൻ്റെ യേശുവിന് വേണ്ടി. വായിരുമോനെ 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഞാൻ വേഗം നിർത്തിയേക്കട്ടെ. ഒരു ഡോക്ടർ, മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആ ഡോക്ടറായിരുന്നു. അദ്ദേഹം തന്റെ കാറിൽ വെളിയിലേക്ക് പോകുമ്പോൾ ഒരു പട്ടിയെ യാദൃച്ഛികമായി ഇടിച്ചു. മൃഗസ്നേഹിയായ മനുഷ്യൻ പട്ടിയെ തന്റെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. അതിന് പ്രാഥമിക ശുശ്രൂഷകളെല്ലാം ചെയ്ത് ഭക്ഷണം കൊടുത്ത് മുറിഞ്ഞ കാല് കെട്ടി അതിനെ വെളിയിൽ കൊണ്ടുവിട്ടു. ചില ദിവസങ്ങൾക്ക് ശേഷം ഈ ഡോക്ടറുടെ കതകിനൊരു മുട്ട് കേട്ടു. അദ്ദേഹം കതക് തുറന്നപ്പോൾ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, താൻ മുറിവ് കെട്ടിവിട്ട ആ പട്ടി കാലൊടിഞ്ഞ വേറൊരു പട്ടിയെ കൊണ്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്റെ ദൈവമേ, ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സുവിശേഷത്തെ പറ്റിയുള്ള എന്റെ ധാരണ മുഴുവനും തിരുത്തി എഴുതുവാൻ ഈ പട്ടിയെ ദൈവം ഉപയോഗിച്ചു. പട്ടിയെ പോലെ പോലും ഞങ്ങൾ നന്ദിയുള്ളവരല്ലേ? യേശു നിന്നെ രക്ഷിച്ചുവെങ്കിൽ, യേശു നിന്റെ രക്ഷകനാണെന്ന് നീ പറയുന്നുവെങ്കിൽ, പാപിയുടെ ഏക രക്ഷകൻ യേശുവാണെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, എന്റെ പാപത്തിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു, അവൻ എന്നെ രക്ഷിച്ചു, നിത്യജീവൻ എനിക്ക് തന്നു, ഞാൻ ദൈവ പൈതലാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന നിനക്ക്, രക്ഷിക്കപ്പെടാത്ത നിന്റെ സ്വന്തക്കാര്, നിന്റെ അയൽവാസികള്, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവര്, നിന്റെ കസിൻസ് നിത്യ നരകത്തിലേക്ക് യേശുവില്ലാതെ പോകുന്നത് നോക്കി നിൽക്കുവാൻ എങ്ങനെ കഴിയും? കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനം അറിയുന്നില്ല. സൈബീരിയൻ തടവിൽ മേരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇന്നലെ പറയേണ്ടതാ, അവിടുത്തെ ബേളം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അത് പറഞ്ഞിട്ട് ബാക്കി പറയാം. കേട്ടോ, സുവിശേഷ വേല ഇവിടെ ഇരിക്കുന്നവർ ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവെന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ട് എന്താ കാര്യം? ഡ്രമ്മിന്റെ പള്ളയടിച്ച് കീറിയിട്ട് എന്താ കാര്യം? അടുത്തിരിക്കുന്നവനെ തൊഴിച്ച് പെടത്തിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ നടക്കുകയല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ആത്മാവ് വരുമ്പോൾ ഈ മൈക്കൊക്കെ ചിലപ്പം തെറിച്ചു പോയെന്നിരിക്കും. തമ്പി പണങ്ങല്ലേ, കാരണം തമ്പിയുടെ മൈക്കാന്ന് എൻ്റെ വിചാരം. ഇതൊക്കെ പറന്നു പോയെന്നിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് പറന്നാലേ ആത്മാവ് വരുള്ളൂ എന്ന് എന്നോട് പറയല്ലേ കേട്ടോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, സൈബീരിയൻ തടവിൽ സുവിശേഷത്തിന് വേണ്ടി മേരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തടവിലാക്കിയിരിക്കുക. ബർബറ എന്ന് പറയുന്ന അവളുടെ പോലീസ് ഓഫീസർ എന്നും അവളെ മൃഗീയമായി അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേഹത്തെല്ലാം മുറിവിന്റെ പാടുകളുണ്ട്, അടിയുടെ പാടുകള്. എപ്പോൾ ബർബറ ആ സ്ത്രീ പോലീസ് ഓഫീസർ വരുമ്പോഴൊക്കെയും ഈ മേരി അവിടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട്, ദൈവമേ, എന്റെ പോലീസ് ഓഫീസർ ബർബറയെ രക്ഷിക്കണമേ, ഞാൻ അവളെ സ്നേഹിക്കുന്നു, ദൈവരാജ്യത്തിൽ അവൾ കണ്ടെത്തപ്പെടുവാൻ ഇടയാകണമേ. പലപ്പോഴും ഈ പ്രാർത്ഥന കേട്ട് ബർബറ മടുത്തു. ഒരു ദിവസം ചോദിച്ചു, മേരി, നിന്റെ ദേഹത്ത് കാണുന്ന അടിയുടെ പാടുകൾ മുഴുവനും ഞാൻ നിന്നെ അടിച്ചതാണ്, ഉപദ്രവിച്ചതാണ്, നിനക്കെന്നെ എങ്ങനെ ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും? നീ എന്നെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? അവള് പറഞ്ഞു, എന്റെ യേശു എന്നെ പഠിപ്പിച്ചതാ. ബർബറ ചോദിച്ചു, ആ യേശുവിന്റെ സ്നേഹത്തെ പറ്റി എന്നോട് പറയാമോ? അവൾ യേശുവിന്റെ സ്നേഹത്തെ പറ്റി, കാൽവറിയിൽ ജീവൻ കൊടുത്ത, ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത നിസ്തുലമായ സ്നേഹത്തിന്റെ കഥ പറഞ്ഞു. ബർബറ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ് മുട്ടിന്മേൽ നിന്ന് മേരിയുടെ മുമ്പിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. കേട്ടോ, ദൈവനാമത്തിന്റെ മഹത്വം. അവള് പറഞ്ഞു, ദൈവമില്ലാത്ത ഈ മനുഷ്യരുടെ മുമ്പിൽ ദൈവസ്നേഹത്തെ പറ്റി, യേശുവിന്റെ സ്നേഹത്തെ പറ്റി ഞാൻ പറയാൻ പോകുകയാണ്. മേരി പറഞ്ഞു, ചെയ്യരുത്, നിന്റെ കുപ്പായം അവർ ഊരും, നിന്നെ എന്നെ പോലെ ജയിലിൽ അടയ്ക്കും. അവള് പറഞ്ഞു, എനിക്ക് അടക്കി വെക്കുവാൻ സാധ്യമല്ല. 2000 കൊല്ലം പഴക്കമുള്ള ക്രിസ്ത്യാനി ഇന്ന് രക്ഷിക്കപ്പെട്ട ഉടനെ ഒരു പോലീസ് ഓഫീസർ, ഒരു കമ്മ്യൂണിസ്റ്റുകാരി പറയുന്ന ചരിത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അടക്കി വെക്കാൻ സാധ്യമല്ല. യേശുവിന്റെ സ്നേഹം ഞാൻ കണ്ടു, ഞാൻ പോയി പറയും. അവള് ചെന്ന് പറഞ്ഞു, അവളുടെ കുപ്പായം ഊരി അവളെ ജയിലിൽ അടച്ചു. കഥ പറയുന്നത് ചില വർഷങ്ങൾക്ക് ശേഷം മേരിയും ബർബറായും കൂടെ വേറൊരു ജയിലിൽ വെച്ച് കണ്ടുമുട്ടി. മേരി പറഞ്ഞു, ബർബറയുടെ മുഖം ശോഷിച്ചിട്ടുണ്ട്,
അവളുടെ ദേഹത്ത് അടിയുടെ ഭയങ്കരമായ പാടുകളുണ്ട്. പോലീസ് ഓഫീസറാ കേട്ടോ, പാടുകളുണ്ട്. അവളുടെ മുഖം ശോഷിച്ചിട്ടുണ്ട്, ദേഹത്ത് രക്തമയം കാണുന്നില്ല. അവൾ ചോദിച്ചു, ബർബറ, നീ അന്നെടുത്ത തീരുമാനത്തിൽ നീ ഖേദിക്കുന്നുണ്ടോ? അവള് പറഞ്ഞു, ഒരിക്കലുമില്ല. ഇന്നെന്നെ അവർ അഴിച്ചുവിട്ടാൽ എന്റെ യേശുവിന്റെ സ്നേഹം ഞാൻ ലോകത്തോട് പറയും. നീ ജയിലിലല്ല, നിനക്ക് തുറന്ന വാതിലുകളുണ്ട്. സപ്രമഞ്ചക്കട്ടിലും എയർ കണ്ടീഷൻ റൂമും മനോഹരമായ സാഹചര്യങ്ങളും ദൈവം തന്നിട്ട് മറ്റുള്ളവരോട് യേശുവിന്റെ സ്നേഹത്തെ പറ്റി പറയുന്നില്ലെങ്കിൽ ഈ രാത്രി ഒരു തീരുമാനം എടുക്കണമേ. എന്റെ ദൈവമേ, ഒരു ദിവസം നീ എനിക്ക് തന്നാൽ എന്റെ യേശുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് 4 കാര്യങ്ങള് ദൈവമക്കളോട് പറയുക. വായിച്ചാട്ടെ, 1 കൊരിന്ത്യർ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിലാകുന്നത് എങ്ങനെയെന്നും ക്രിസ്തുവിൽ ജീവിക്കുന്നത് എങ്ങനെയെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. ഈ രാത്രി കർത്താവിന്റെ 2ാം വരവിനെ പറ്റി കൂടുതലായി പറയുന്നതിന് മുൻപ് പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളതിനെ പറ്റി ചുരുക്കമായി പറഞ്ഞുകൊണ്ട് 2ാം വരവിന്റെ പാഠങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കർത്താവിന്റെ 2ാം വരവും മരണവുമായി വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ലോകത്തിൽ 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് രക്ഷിക്കപ്പെടാത്തവർ, ഒന്ന് രക്ഷിക്കപ്പെട്ടവർ. ഇവർ 2 പേരും 2 തരത്തിലുള്ള ജീവിതം നയിച്ച് 2 തരത്തിലുള്ള മരണം വരിച്ച് 2 സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. അവരുടെ നിത്യത 2 രീതിയിൽ 2 സ്ഥലത്ത് കഴിയുകയാണ് എന്നറിഞ്ഞിരിക്കണം. ഈ പന്തലിൽ ഇരിക്കുന്ന സകലരും ഈ 2-ൽ ഒരു കൂട്ടത്തിൽ പെടും. സകല മനുഷ്യജാതിയും ഈ 2-ൽ ഒരു കൂട്ടത്തിൽ പെടും. ഈ രാത്രി കടന്നു പോകുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളോടുകൂടി ദൈവരാജ്യത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെട്ടവരായി ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ ചങ്കുപൊട്ടി നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരണത്തെ പറ്റിയും മരണാനന്തര സംഭവങ്ങളെ പറ്റിയും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ വേദ പുസ്തകമാണ് സഹോദരങ്ങളെ. ക്രിസ്തുവിൽ മരിക്കുന്നവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ഭാഗ്യമുള്ളവർ എന്ന് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. രക്ഷിക്കപ്പെടാത്തവന്റെ മരണത്തിൽ എബ്രായർ 9 വായിക്കുന്നില്ല, 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾ പലപ്പോൾ വായിച്ച വാക്യമാണ്. ആ ന്യായവിധി മാറ്റപ്പെടുന്നത് യേശുവിന്റെ ക്രൂശിലാണ്. ദൈവനാമത്തിന് മഹത്വം. എന്തെന്നാൽ പാപിയുടെ പാപത്തിന്റെ ശിക്ഷ ദൈവ ന്യായവിധി എന്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചുമന്നൊഴിച്ചു. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 3:18, 5:24, റോമർ 8:1 ഈ വാക്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവന് മനുഷ്യ നിന്റെ പാപത്തിന്മേലുള്ള ദൈവ ന്യായവിധി നീക്കപ്പെടുന്നത് കാൽവറി ക്രൂസിൽ മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയേൽക്കുവാൻ ഈ ലോകത്തിൽ വേറെ ആരും വന്നിട്ടില്ല. പാപിയെ രക്ഷിപ്പാൻ വേറെ ആരും വന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ പാപത്തിന്റെ ശിക്ഷ, മനുഷ്യജാതിയുടെ പാപത്തിന്റെ ശിക്ഷ ആരെങ്കിലും വഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ യേശു മാത്രമാണ്. അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെടാത്തവൻ മരിക്കുമ്പോൾ അവന് ന്യായവിധി മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. അവൻ യാതനാ സ്ഥലത്തേക്ക് കടന്നു പോവുകയും 2ാം പുനരുത്ഥാനത്തിൽ അവൻ എഴുന്നേറ്റ് വരികയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്, അത് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്റെ കർത്താവ് ലാസറിന്റെയും ധനവാന്റെയും കഥ പറഞ്ഞു. ഇതൊരു ഉപമയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി
വേദപണ്ഡിതന്മാർ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാ. പക്ഷേ അത് ഉപമയല്ല. വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ ധനവാന്റെയും ലാസറിന്റെയും കഥ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയാം. മോനെ, അത് ഉപമയല്ല. എന്തെന്നാൽ ഉപമയുടെ പുറത്ത് ഉപദേശം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത് ഉപമയാക്കാൻ വേണ്ടി പിശാചിന്റെ കിങ്കരന്മാരായ വേദപണ്ഡിതന്മാർ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയോ. കേട്ടോ, ശ്രദ്ധിച്ച് കേള. ഒരൊറ്റ ഉപമയിലും എന്റെ കർത്താവ് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ലാസറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ധനവാൻ 5 സഹോദരന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശി, ധനവാന്റെ പേരെന്താ പറയാഞ്ഞത്? ഞാൻ പറയാൻ മോനെ, നീ പള്ളിയിലെ വലിയ പുള്ളിയാണ്, നീ ധനവാനാണ്, നീ ഇല്ലാത്ത കമ്മിറ്റിയില്ലേ, നീ വൻ പാർട്ടിയാണ്. പക്ഷേ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത നിന്റെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലോ, നിന്റെ പേര് സ്വർഗം അറിയുന്നില്ല. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായരു മോനെ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അവൻ പട്ടു ധരിച്ചുകൊണ്ടല്ല നരകത്തിൽ പോയത്. വായര്. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. മതി മതി, ബാക്കി കാര്യങ്ങള് ഇപ്പൊ വായിക്കുന്നില്ല. പുറകെ ആ ഭാഗം അവിടെ എടുത്തു വെച്ചുകൊള്ളണം. കേട്ടോ, ലാസർ ചത്തു, ധനവാൻ മരിച്ചു. വായിക്കുക അതുകൂടെ, അടുത്ത വാക്യം കൂടെ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ, ആ ദരിദ്രൻ ചത്തെന്നാ വാസ്തവത്തിൽ മരിച്ചെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുക. ചത്തെന്നാ പറയണ്ട. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. ദൂതന്മാർ അബ്രഹാമിന്റെ വഴിയിലേക്ക് പോയി. അവൻ യേശു ഉള്ളവനായിരുന്നു. ധനവാന് മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ധനവാൻ യാതനാ സ്ഥലത്തേക്കാണ് പോയത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാര്, സെൻട്രൽ പാസ്റ്റർ അമേരിക്കയിലെ ടൂർ നിർത്തി വെച്ചിട്ട് പറന്നിവിടെ എത്തി. ധനവാനാണ്, പണമുള്ള പെന്തിക്കോസ്റ്റിലെ മെമ്പറാണ്. ഓഹോ, ഇയാള് പെന്തിക്കോസ്റ്റുകാർക്കിട്ടാണല്ലോ അടിക്കുന്നത്. ഞങ്ങളുടെ 2 തിരുമേനിമാരെല്ലാം കളഞ്ഞിങ്ങെത്തി. കേട്ടോ, തിരുമേനിമാര് പണമുള്ള നല്ല പണം. ചേടാ, അഡ്രസ് ഇല്ലാത്ത പാവപ്പെട്ടവന്റെ ഒരൊറ്റ അടക്കത്തിന് തിരുമേനിമാര് വരുമോ? ചില പുളിയും. നല്ല തിരുമേനിമാര്, ഞങ്ങളുടെ തിരുമേനി വരും, ഇവിടുത്തെ തിരുമേനി വരുമെന്ന് എനിക്കറിയാം. അദ്ദേഹം വേറൊരാളാണ്. ഞാൻ പറഞ്ഞത് തിരുമേനിമാരെ കുറ്റം പറയണ്ട, അവർക്ക് വണ്ടിക്കൂലിയൊക്കെ വേണ്ടായോ. അതുകൊണ്ട് 2 തിരുമേനിമാര്, 12 അച്ഛന്മാര്, മുത്തുകൊട, കൊയർ ബോയ്സ്, പട്ടണം മുഴുവനും അതിന്റെ പുറകിലുണ്ട്. നേതാക്കന്മാരെല്ലാം കൂടെ കൂടിക്കൊണ്ട് പാട്ടും പാടിക്കൊണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ CSIയിൽ ഒരു പാട്ടുണ്ട്. അതെന്നറിയാവോ? കലാശിച്ചു കടോരപോ. കേട്ടിട്ടുണ്ടോ? കലാശിച്ചു കടോരപോർ. ട്രബിളും ട്രിബിളും ബേസും ഒക്കെ കൂടെ വെച്ച് അടിക്കുക പുള്ളികള്. അച്ഛന്മാരൊക്കെ ആഞ്ഞു വെച്ചങ്ങ് പാടുക. കാരണം എന്താന്ന് വെച്ചാല് കടോരപോർ അവസാനിച്ചു. പള്ളിയിൽ ഇത്രയും കുഴപ്പം ഉണ്ടാക്കുന്ന ഇവനായിരുന്നു. അടക്കം ചെയ്യാതിരിക്കാൻ നോക്കൂ. എല്ലാം കൂടെ കൊണ്ടുപോയി പാസ്റ്റർമാരും എല്ലാരും കൂടെ കൂടി കൊണ്ടുപോയി അടക്കി. പക്ഷേ എങ്ങോട്ടാ പോയെന്നറിയാമോ? യാതനാ സ്ഥലത്തോട്ട്. പാവപ്പെട്ട ലാസറ്, അഡ്രസ് ഇല്ലാത്തവന്, നിനക്ക് കിടപ്പാടമില്ലാത്തവനാണ്, കുഷ്ഠരോഗിയാണ്. അവന്റെ സ്നേഹിതന്മാർ നായ്ക്കളാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അഡ്രസ് ഇല്ലാത്തവൻ ആരെങ്കിലും സ്നേഹിതന്മാരുണ്ടോ? ആ പാവപ്പെട്ടവര് അവന്റെ മരണത്തിൽ ഹല്ലേലൂയ അവൻ ധന്യനായിരുന്നു. യേശുവിൽ മരിക്കുന്നവർ, ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവദൂതന്മാർ അകമ്പടിയോടെ, ആര് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി കുഴിച്ചിട്ട് കാണും. പക്ഷേ അവനെ ദൈവദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി. ദൈവനാമത്തിന് മഹത്വം. 2 സ്ഥലത്തേക്കാ പോയത്. കേട്ടോ, അവിടെ ഇരുന്നു കൊണ്ട് ധനവാൻ പറയുകയാണ്, ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ, സ്വല്പം വെള്ളം എനിക്ക് വേണം. 26-ാം വാക്യം വായിച്ചാട്ടെ. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കി. വലിയൊരു പിളർപ്പുണ്ട്. കേട്ടോ, ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൂദാശ കൊണ്ട് അക്കരയ്ക്ക് കടത്താമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ മോനെ, വേദപുസ്തകത്തിൽ യാതൊരു അതോറിറ്റിയും ഇല്ല. നിന്റെ ജീവിതകാലത്ത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കൊള്ളണം. അല്ലെങ്കിൽ ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഞങ്ങൾക്ക് 2-നും ഇടയ്ക്ക് വലിയൊരു പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇങ്ങോട്ട് വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും പോകാൻ പറ്റുകയില്ല. കുറെ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, കുറച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ, കുറച്ച് പൈസ കൊണ്ട് പള്ളി കൊടുത്തത് കൊണ്ടോ എന്റെ പൊന്നോടേതേ വേദപുസ്തകത്തിൽ എന്നോടാരും വഴക്കുണ്ടാക്കരുത്. എല്ലാവരുടെയും കുഴപ്പങ്ങൾ പറയും. ഓരോരുത്തരുടെ കുഴപ്പം പറയുമ്പം മറ്റു സഭക്കാർ ചിരിച്ചോണം, ഈ സഭക്കാരുടെ കുഴപ്പം പറയുമ്പം മറ്റവർ ചിരിച്ചോണം കേട്ടോ. ചിരിക്കല്ല, ഇതൊന്ന് ഏറ്റെടുത്തുകൊണ്ട് പോ. ദൈവവചനത്തിന് അനുസരണമായി ക്രിസ്ത്യാനികൾ ഇന്നുകൂടെങ്കിലും ഒന്ന് ജീവിര്. ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, ഹാർട്ട് ബീറ്റ്സിന്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഒരു പള്ളിയിൽ. ഞാൻ ആ പള്ളിയിൽ, ഞാനിതിവിടെ പറഞ്ഞായിരുന്നല്ലേ, ഞങ്ങൾ സഭയായിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പ്രസംഗം കഴിഞ്ഞ് കുറച്ചു പേരൊക്കെ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോ നന്ദി പറയാൻ ബഹുമാനപ്പെട്ട പട്ടക്കാരൻ കയറി വന്ന് പറഞ്ഞു, പ്രസംഗമൊക്കെ നന്നായിരുന്നു, പാട്ട് നന്നായിരുന്നു, പക്ഷേ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. നമ്മൾ സഭയായിട്ട് പെട്ടിരിക്കുകയാണ്. സഭയായിട്ട് പാട്ടും പാടിക്കൊണ്ട് നീ ആ ധനവാൻ പോയിടത്തോട്ടാ പോകുന്നത് കേട്ടോ. ഓർത്തുകൊള്ളണം, നിന്റെ രക്ഷ നീ സമ്പാദിച്ചു കൊള്ളണം. കാൽവറി ക്രൂസിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ഞാൻ മാത്രം വഴി, ഞാൻ മാത്രം സത്യം, ഞാൻ മാത്രം ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഷോർട്ട് കട്ട് ഇല്ല മോനെ. ഇവിടെ നിന്ന് കടന്നുപോയി കഴിഞ്ഞ് പ്രാർത്ഥന കൊണ്ടോ, കൂദാശ കൊണ്ടോ, ചടങ്ങുകൊണ്ടോ, ആചാരം കൊണ്ടോ മരിച്ചവന്റെ നില മാറ്റാൻ സാധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം എവിടെയും സമ്മതിക്കുന്നില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ പറ്റുന്നില്ല. എന്നാ കർത്താവേ, എന്നാൽ അബ്രഹാം പിതാവേ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യണേ, അങ്ങോട്ട് ചെന്നൊന്ന് പറയണം. അവിടെ ഈ ഉപദേശിമാരൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ആരും കേൾക്കത്തില്ല. പക്ഷേ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്ന് പറയാമെങ്കിൽ എൻ്റെ 5 സഹോദരന്മാരും ഇതുപോലെ തന്നെ. അവർ ഒരുത്തൻ കമ്മിറ്റി മെമ്പറാണ്, ഒരുത്തൻ ഉപദേശിയാണ്, വേറൊരുത്തൻ സൂചയുടെ വേലക്കാരനാണ്, എല്ലാം ക്ഷേമന്മാരാ, ഒരുത്തൻ വലിയ ഗവൺമെന്റ് ഓഫീസറാണ്, എല്ലാം ഉണ്ട്. ഈ 5 പേര് അബ്രഹാം പറയുകയാണ്, മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, കഴിവില്ലാത്ത പാവപ്പെട്ട ഉപദേശിമാരുണ്ട്. അവരുടെ വാക്ക് കേട്ടില്ലെങ്കിൽ 5 പേർക്കും സ്ഥലം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരട്ടെ. ആത്മാക്കൾ ഇവിടെ കറങ്ങി നടക്കുന്നു എന്നൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ലേ? കൊണ്ടുപോയി ചോറ് കൊണ്ടുവെക്കുക. അങ്ങേ മുറിയിൽ മരിച്ചുപോയവന്റെ ആത്മാവ് വന്ന് ചോറ് തിന്നുവെന്ന്. നാണം കെട്ടവളെ. വേദപുസ്തകത്തിന്റെ ഏതടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ദൈവമക്കൾ ചെയ്യരുത്. ഞാൻ ഒരു സഭയ്ക്കും എതിര് പറയുകയല്ല. ഞാൻ എല്ലാ സഭയും സ്നേഹിക്കുകയും എല്ലാ സഭയിലെയും ദൈവമക്കളെയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവനാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വളരെ വ്യക്തമായി മരിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക്, ദൈവമക്കളുടെ മരണം നീ കണ്ടിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വേഗം വായിച്ചാട്ടെ. ടു ബി ആബ്സെന്റ് ഫ്രം ദ ബോഡി ആൻഡ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1:23 2 വാക്യങ്ങൾ ഒന്ന് തന്നെയാ പറയുന്നത്. വായിച്ചാട്ടെ ഏതെങ്കിലും. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ട് കർത്താവിന്റെ അടുത്തോട്ട് പോവുക. രക്ഷിക്കപ്പെട്ടവര് ദൈവ സ്നേഹത്തിൽ നിന്ന്, ദൈവ ജീവനിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു പൈതലിനെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലേ? ശാരീരിക മരണം സംഭവിക്കുമ്പോൾ ടു ബി ആബ്സെന്റ് ഫ്രം ദ ബോഡി, ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. ഇറ്റ് ഈസ് ഗ്ലോറിയസ്. അത് മറ്റുത്തമമല്ലോ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക. മരിച്ച രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക് കടന്നുപോയി. 2-ാം പുനരുത്ഥാനത്തിൽ വെളിപാട് പുസ്തകം 20-ന്റെ 4-ാം വാക്യത്തിൽ 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ഉയർത്തു വന്നില്ല, എഴുന്നേറ്റ് വന്നില്ല. അവർ അവിടെ തന്നെ കിടക്കുകയാണ്. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനമേ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെ, കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവജനങ്ങൾ പറന്നുയരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലാതെ മരിച്ചു കിടക്കുന്നവരുണ്ടല്ലോ, ആ ശരീരം വിട്ട് ക്രിസ്തുവിനോട് ചേരുന്നവന്റെ ശരീരത്തിന്റെ പുനരുത്ഥാനമാണ് അവിടെ വിഷയം. മരിച്ചവർ
ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അവിടെയാ. മരണസമയത്ത് ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടെ ചേരുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യാശയോടുകൂടിയാണ് ദൈവജനം ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. യേശു വരുമ്പോൾ അവർ കർത്താവിനോടുകൂടെ തന്നെയാണ്. അവരുടെ ശരീരങ്ങൾ ആ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും. ദൈവനാമത്തിന് മഹത്വം. അതിന്റെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ബൈബിളിലുള്ളവർ എടുത്തു വെച്ചോ, വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. അതിന്റെ 14-ാം വാക്യം 10-ാം വാക്യം മുതൽ കിടപ്പുണ്ട്. 11-ാം വാക്യത്തിൽ ഞാൻ ഒരു വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, മരിച്ചവരാവാല വൃന്ദം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. 14-ാം വാക്യത്തിൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇത് രണ്ടാം മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നരകമില്ല, സ്വർഗമില്ല. ഇതൊക്കെ അവസ്ഥയാണ്. കർത്താവ് അങ്ങനെ നരകത്തിൽ ആരെ ഇടുകയില്ലെന്ന് പറയുന്ന സഹോദരൻ 10-ാം വാക്യം വേഗം അങ്ങ് വായിച്ചാറ്. അവരെ വഞ്ചിച്ച പിശാചിന് മൃഗവും കള്ളപ്രവാചകനും കിടന്നിരുന്നല്ല. 1000 ആണ്ട് മുമ്പെയാ മൃഗത്തെയും കള്ളപ്രവാചകൻ. അത് ഇപ്പൊ പറയാം, ഞാൻ വേഗം പറയാം. ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഞാനല്ലേ പറഞ്ഞത്, അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നരകമില്ല, പാപം ചെയ്യുന്ന ആത്മാവ് നശിച്ചു പോവുകയുള്ളൂ. ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ സഹോദരനെ, ഈ രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് നീ കടക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പേടിക്കാതെ പാടിക്ക്. മരിക്കാൻ പേടിയുള്ളവർ ആരും പാടണ്ട. മരിക്കാൻ പേടിയുള്ളവർ ആരും പാടരുത്. രക്ഷിക്കപ്പെടാത്തവനെ ചുമ്മിക്കൊണ്ടുപോ. കാൺമതിന്നോ മെത്തപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നോ ിടുന്നു. ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ കർത്താവിന്റെ രണ്ടാം വരവിൽ എന്താണ് സംഭവിക്കുന്നത്? എന്റെ കർത്താവ് വരുമ്പോൾ സഭ അവനോടുകൂടെ എടുക്കപ്പെടും. ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, കർത്താവ് മേഘങ്ങളിൽ വരികയും, നാം വായിച്ച ഭാഗത്ത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കേണ്ടതിന് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു വരുമ്പോൾ സഭയെ തന്നോട് ചേർക്കുവാനാണ് വരുന്നത്. എബ്രായ ലേഖനം 9:26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല, നാം വായിച്ച് പറയുകയുണ്ടായി. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും വരുമെന്ന്. കാത്തു നിൽക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ രക്ഷ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി. ഈ പാപത്തിന് വിധേയമായ, മരണത്തിന് വിധേയമായ, രോഗത്തിന് വിധേയമായ ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, എന്റെ യേശുവിന്റെ ശരീരത്തോട്
അനുരൂപപ്പെടുത്തുവാനായി എന്റെ കർത്താവ് വരികയാണ്. ഹല്ലേലൂയ. നാം രൂപാന്തരപ്പെടും. ദൈവത്തിന് സ്തോത്രം. സഭ അവനോടുകൂടെ എടുക്കപ്പെടും. ഒരിക്കലും വേർപിരിയാതെ വണ്ണം കർത്താവിനോടുകൂടെ നാം ഇരിക്കുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റുന്ന മനോഹര ദിവസം. വേദനയുള്ള സഹോദരന്റെ സഹോദരിയെ, കണ്ണുനീര്, നിന്ന, അപമാനം, രോഗം, കഷ്ടപ്പാടുകള്, പ്രയാസങ്ങള് എല്ലാം സഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനമേ, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ എൻ്റെ യേശു വരാൻ പോകുക. ഹല്ലേലൂയ. അപ്പോ കർത്താവ് വരുന്നത് സഭയ്ക്ക് വേണ്ടിയാ. വേഗം സംഭവങ്ങളുടെ ഒരു രൂപം മാത്രം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞിട്ട് സമയം വളരെ പരിമിതമായതുകൊണ്ട് തൻ്റെ വരവിന് മുമ്പായി നടക്കുമെന്ന് പറയുന്ന അടയാളങ്ങൾ ചിലതെങ്കിലും അവിശ്വാസികൾ വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും യുക്തിവാദികൾ വന്നിട്ടുണ്ടെങ്കിൽ, നിരീശ്വരവാദികളായ ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഈ രാത്രി ദൈവത്തിൻ്റെ വചനം സത്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പോകുവാൻ വേണ്ടി മാത്രം ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുടെ ദൈവമക്കളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. എന്റെ കർത്താവ് വീണ്ടും വരുന്നത് രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ്. ഒന്ന്, സഭയെ തന്നോട് ചേർക്കുന്നതിന്. സഭയെ ഇന്നലെ നമ്മൾ വായിച്ചില്ല, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. അധർമ്മത്തെ തടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ദൈവനാമത്തിന് മഹത്വം. പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ എന്നും ഇരിക്കേണ്ടതിന് വേണ്ടിയാ കർത്താവ് ഇങ്ങോട്ട് അയച്ചത്. ആ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുമ്പോൾ സഭ അവനോടുകൂടെ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. സഭ ഏതാ ഉപദേശി? ദ പെന്റിക്കോസ്റ്റൽ ചർച്ച്, ദ റോമൻ കാത്തലിക് ചർച്ച്. മണവാട്ടി സഭ ഞാനാണ് നീയല്ല എന്നൊക്കെ പറഞ്ഞ് വേലി കെട്ടിക്കൊണ്ട് രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ കേട്ടോ. പിന്നെ അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. ഇതൊക്കെ ചെയ്താലേ കർത്താവ് വരുമ്പോ പൊങ്ങത്തുള്ളൂ. അല്ലെ വെയിറ്റ് കൂടിപ്പോവും, പൊങ്ങത്തില്ല. നീയല്ലേ പൊക്കുന്നത്. നാണം കേട്ട ക്രിസ്ത്യാനി. രക്ഷിക്കപ്പെട്ട തന്നെ മക്കളെ തന്നോട് ചേർക്കാനാണ് എന്റെ കർത്താവ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവര് ഹല്ലേലൂയ വായിച്ചട്ടെ. സഭ ഏതാണ്? വളരെ വ്യക്തമായി രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങളെ, ഏത് സഭയുടെ അംഗമായിരുന്നാലും സഭയ്ക്ക് പുറത്ത് നിന്ന് അനേകായിരങ്ങൾ എന്റെ കർത്താവ് വരുമ്പോൾ അവനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ളവർ, സഭയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ ദൈവരാജ്യത്തിൽ കണ്ടെത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാന്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ വിശ്വസിച്ച് അവനെ സ്വീകരിച്ചൊരു വ്യക്തിയെ ദൈവത്തിന് നരകത്തിലിടാൻ സാധ്യമല്ല. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ത്രിശങ്കു സ്വർഗം ഇവിടെ ഇല്ല. വായിരുമോനെ, എന്തോ വായിക്കാൻ പറഞ്ഞു? കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആഹാ, കർത്താവും തന്നെയാണ്. ഒന്നുകൂടെ നോക്കിയ പാസ്റ്റർ എന്നല്ലേ? കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പോപ്പ് തിരുമേനി എന്നല്ലേ? ബിഷപ്പ് തിരുമേനി എന്നല്ലേ? അച്ഛനെന്നല്ലേ? ഒന്നുകൂടെ വായിച്ചേ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. സഭയോട് ചേർക്കുന്നത് നിന്റെ പരിപാടിയല്ല. എന്റെ ദൈവമേ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ അംഗമായി, മണവാട്ടി സഭയുടെ അംഗമായി തീർത്തിരിക്കുക കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികൾ 2:47 വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 20:28 കൂടെ ഒന്ന് വായിക്കണമേ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ. ദൈവത്തിനെവിടാ മോനെ രക്തം? ദൈവ ആത്മാവാണ്, ദൈവ അദൃശ്യനാണ്. കർത്താവിന്റെ 2-ാം വരവ് പഠിക്കുമ്പോൾ എന്റെ യേശുവാണ്. യഹോവയായ ദൈവം വ്യക്തമായി മനസ്സിലാക്കുകയാണ്. തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സഭയിൽ ഞാനുണ്ട്, നീയില്ല. കർത്താവ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെടും, നീ എടുക്കപ്പെടുകയില്ലെന്ന് പറയുവാൻ പാസ്റ്ററെ, എൽഡറെ, അച്ഛനെ, തിരുമേനിയെ നിനക്ക് അവകാശമില്ല. എന്തെന്നാൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലി ഒരിക്കലൊരു ദർശനം കണ്ടു. രാത്രി ദർശനത്തിൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ ആദ്യം ചോദിച്ചു, ഇവിടെ എത്ര മെത്തഡിസ്റ്റുകാരുണ്ടെന്ന്. ദൂതൻ ചോദിച്ചു, അതാരാ? ഇവിടെ മെത്തഡിസ്റ്റുകാരില്ലേ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു പാർട്ടിയെ ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല.
ഉടനെ ചോദിച്ചു, പെന്തക്കോസ്തുകാരുണ്ടോ? അതാരാ? എല്ലാം തെറ്റിയല്ല ദൈവമേ. ഉടനെ ചോദിച്ചു, റോമൻ കത്തോലിക്കരുണ്ടോ? അതാരാ? അപ്പം വെസ്ലിക്ക് ദേഷ്യം വന്നു. പിന്നെ ആരാ ഇവിടെ ഉള്ളത്? കുഞ്ഞാട്ടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടം ദൈവജനമാണ് ഇവിടെ ഉള്ളത്. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദർശനത്തിൽ ആ മനുഷ്യൻ നരകത്തിലേക്ക് ചെന്നു. മെത്തഡിസ്റ്റുകാർ ഉണ്ടോന്ന് ചോദിച്ചു, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചവനെല്ലാം അവിടെ ഉണ്ട്. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ ഞാൻ ചാങ്കിലെ ശുദ്ധരെ മഹത്വം രക്ഷക സ്തുതിനീനക്കെന്നും ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആയുസ്സേൻ നാളെല്ലാം നന്ദിയോ നാടി വണങ്ങും. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിനായി ലഭിക്കും നിശ്ചയം എൻ വിരോധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമേ കൊണ്ടുപോയില്ല, പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു ദൂതന്മാരുടെ മധ്യത്ത്. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരി സഹോദരങ്ങളെ, സഭ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുമ്പോൾ അന്തിക്രിസ്തുവിടെ വെളിപ്പെടുകയാണ്. 7 വർഷക്കാലം അന്തിക്രിസ്തു ഇവിടെ വാഴും. ഈ 7 വർഷക്കാലം ദൈവജനങ്ങൾ കർത്താവിനോടുകൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. ഉപദേശി 7 വർഷത്തിന്റെ കണക്ക് എവിടെ നിന്ന് കിട്ടും? ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി 25 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചുകൊള്ളണം. പഠിപ്പിക്കാൻ ഇപ്പോഴെനിക്ക് സമയമില്ല. അന്തിക്രിസ്തുവിനെ പറ്റി കൂടുതലായി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 7, 8, 9, 11 അധ്യായങ്ങൾ. ദാനിയേൽ 2, 7, 8, 9, 11 അധ്യായങ്ങള്. അതുകൂടെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം, വെളിപാട് പുസ്തകം 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങള്. ഇതെല്ലാം നിങ്ങൾ വായിച്ചു പഠിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അന്തിക്രിസ്തു എന്ന് പറയുന്നവൻ എതിർ ക്രിസ്തുവാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ അതിഭയങ്കരമായ സംഭവങ്ങളുടെ, ക്രൂരമായ മ്ലേച്ഛതകളുടെ അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അധർമ്മത്തിന്റെ മൂർത്തീകരണമെന്നാണ്. ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുക. അവൻ വരാൻ അടുക്കും തോറും അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ കർത്താവ് പറഞ്ഞു, എന്റെ കർത്താവ് വരുന്നതിന് മുൻപ് ഭൂമി മുഴുവനും ദൈവത്തിന്റെ മുമ്പാകെ വഷളായി തീരുമെന്ന്. അതിഭയങ്കരമായ കാലത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത് സഹോദരങ്ങളെ. ഈ 7 വർഷത്തെ അവന് ഇസ്രായേൽ മക്കളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്താണ് പ്രവേശിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വേഗം വായിച്ചാല് അവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരൊന്ന് എടുത്തു നോക്കിക്കൊള്ളണം വേഗം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക്, ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് 7 ദിവസമാണ്. ലാബാൻ പറയുന്നു, നിന്റെ ആഴ്ചവട്ടം നിവർത്തിക്കാൻ 7 വർഷമാണ് അതെന്ന് അവിടെ കാണുന്നുണ്ട്. 7 വർഷത്തിന്റെ 7ന്റെ ഒരു കണക്കാണ് ഇത്. 7 വർഷമാണെന്ന് വ്യക്തമായി ആ ഭാഗം നാം പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കുമെന്നല്ല, ഇംഗ്ലീഷിൽ he will confirm the covenant എന്നാണ്. അവൻ നിയമത്തെ ഉറപ്പിക്കുമെന്നാണ്. ബാക്കിയോട് വായിച്ചു. ആഴ്ചവട്ടത്തിന്റെ മധ്യേ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. ഭോജനയാകവും നിർത്തൽ കഴിയും. വേഗം ഞാൻ പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, ഈ മനുഷ്യന് ഇന്ന് AD 70 ദൈവത്തിന്റെ പ്രവചനത്തിനനുസൃതമായി യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. അതിനുശേഷം യഹൂദന് ആലയമില്ല, യാഗമില്ല. ആ യാഗവും ആലയവും പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന മശിഹായ്ക്ക് വേണ്ടി അവൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ക്രൂശിച്ചവൻ മശിഹായാണെന്ന് യഹൂദൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ഉപായ രൂപേണ വന്ന് അധികാരം കൈക്കലാക്കുമെന്ന് ദാനിയേലിന്റെ പുസ്തകം പറയുന്നു. അവൻ അവരോടൊരു ഉടമ്പടി ചെയ്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുകയാ കേട്ടോ. യഹൂദനുമായി ഉടമ്പടി ചെയ്ത് എന്റെ കർത്താവ് അവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 5:43 വേഗം വായിക്കണമേ. ദൈവനാമത്തിന് മഹത്വം.
ഞാൻ 8:30 മണിക്ക് നിങ്ങളെ വിടും. അതിനു മുമ്പ് പോകേണ്ടവര് ഒരു പാട്ട് പാടും, അന്നേരം പോയിക്കോണം. വായിച്ചു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഉടമ്പടിയോടുകൂടെ പ്രവേശിക്കും. 3.5 വർഷം ഏകദേശം സമാധാന രൂപേണ അവൻ മുന്നോട്ട് പോകും. യാഗങ്ങള്, ആലയത്തിലെ ആരാധന എല്ലാം പുനഃസ്ഥാപിക്കും. 3.5 വർഷം കഴിയുമ്പോൾ അവൻ യാഗങ്ങളും എല്ലാം നിർത്തൽ ചെയ്ത് ഉടമ്പടി ലംഘിച്ച് ആലയത്തിൽ ഇരുന്നു കൊണ്ട് താനാണ് ദൈവമെന്ന് നടിച്ച് അവന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കി യെരൂശലേം ദേവാലയത്തിൽ സ്ഥാപിക്കും. ശ്രദ്ധിച്ചു കേള്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വേഗം വായിച്ചാട്ടെ. ഇന്നലെ വായിച്ചതിന്റെ മുൻപുള്ള വാക്യമാ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇതിനെപ്പറ്റി ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരുമെന്ന് എന്റെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, എന്താണ് ഈ മ്ലേച്ഛത? അന്തിക്രിസ്തുവിന്റെ ബ്രഹ്മം വിഗ്രഹം ദേവാലയത്തിൽ സ്ഥാപിക്കുന്നു. വെളിപാട് 13-14 മുതലുള്ള വാക്യങ്ങൾ വേഗം വായിക്കുക. സമയമില്ലാത്തതുകൊണ്ട് അല്ലെ വായിക്കത്തില്ല, ഞാനങ്ങ് പറഞ്ഞു പോകും. വേണ്ടിയവർ കുറിച്ചോണം. വേഗം വായിച്ചോ മോനെ. വെളിപാട് 13. അത് മനുഷ്യർ കാണെ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ്. അന്തിക്രിസ്തുവിന് ഒരു കള്ളപ്രവാചകനുണ്ട്. യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനായി യേശു ക്രിസ്തു ചെയ്തത് മുഴുവനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവനാണ് എതിർ ക്രിസ്തു. യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ അവനെ മഹത്വപ്പെടുത്തുവാൻ ഒരു കള്ളപ്രവാചകനുണ്ട്. അവനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചു. അത് മനുഷ്യർ കാണെ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ മൃഗമെന്ന് പറഞ്ഞിരിക്കുന്ന അന്തിക്രിസ്തു എന്ന് ഓർത്തുകൊള്ളണം. ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. ശ്രദ്ധിച്ചു കേൾക്കണം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെന്ന് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ, അന്ത്യകാലത്ത് പലതും നടക്കും കേട്ടോ. പ്രതിമ സംസാരിക്കുകയോ ഓടി നടക്കുകയോ ചെയ്താൽ എന്റെ പൊന്നു സഹോദര, വചനം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇളകിപ്പോകാതെ എന്റെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടാ മാത്രം മതി കേട്ടോ. ഇത് അന്തിക്രിസ്തുവിന്റെ സമയത്താണ് നടക്കുന്നതെങ്കിലും ഇപ്പോഴേ പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് വാതിക്കലായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി വായിച്ചു. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു എന്ന് കേട്ടോ. ആ പ്രതിമ ദേവാലയത്തിൽ സ്ഥാപിക്കുന്നതാണ്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ടെന്നാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ നാം വായിച്ചത്. ദേവാലയം എന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യെരൂശലേം ദേവാലയം മാത്രമാണ്. പിന്നെ ദേവാലയം എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയം. അപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ക്രിസ്തു കയറിയിരിക്കുകയും അവന്റെ പ്രതിമയെ വെക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കണ്ണുകൾ ദൈവം തുറക്കും. എന്റെ ദൈവമേ, ഞങ്ങൾ ക്രൂശിച്ചവനാണല്ലോ മശിഹ എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യക്രിസ്തുവിനെതിരായി അവർ നിൽക്കുമ്പോൾ അനേകായിരം ഇസ്രായേൽ മക്കളെ അവർ കൊന്നൊടുക്കും. വളരെ വ്യക്തമായി സക്കറിയാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മാത്രം വേഗം ഒന്ന് വായിച്ചു കൊള്ളണം. 10-ാം അധ്യായം തുടങ്ങുന്നത് മുതൽ യഹോവയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ ശ്രദ്ധിച്ച് ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരും ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. 12-ാം അധ്യായത്തിന്റെ ആദ്യം മുതൽ യഹോവയാണ് സംസാരിക്കുന്നത്. 10-ാം വാക്യം വായിച്ചിട്ട് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും
കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. യഹോവ പറയുന്ന ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. They will look unto me whom they have pierced. യഹോവയായ ദൈവമേ, നീ ആത്മാവാണ്, നീ അദൃശ്യനാണ്. നിന്നെ എവിടെയാണ് കുത്തിയത്? നിന്നെ തുളച്ചത് കാൽവറി ക്രൂശിൽ എന്നെ കുത്തിയവങ്കലായ എങ്കലേക്ക് അവർ നോക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾ യേശുവിനെ പറ്റി വിലപിക്കുന്ന അവസരമാണ്. വലിയ ഭയങ്കരമായിട്ടുള്ള രക്തച്ചൊരിച്ചിൽ, അനേകരെ അവൻ കൊല്ലും. അതിന്റെ അവസാനത്തിൽ വായിച്ചാട്ടെ സെക്രിയാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യങ്ങൾ മാത്രം തൊട്ടുതൊടിച്ച് വിടുകയാ, സംഭവങ്ങൾ മാത്രം പറയുക. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. 12-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. സകല ജാതികളെയും യെരൂശലേമിനെതിരായി യുദ്ധത്തിന് കൂട്ടിവരുത്തും. 4-ാം വാക്യം, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ. യഹോവയ്ക്ക് എവിടാ കാല് മോനെ? ശ്രദ്ധിച്ചപടി യഹോവയാ പറയുന്നത് മുഴുവനും കേട്ടോ. യഹോവ അദൃശ്യനാ